സ്വർലോകത്തിൽ സർവേശ്വരം സ്തുതിഗീതം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന പുസ്തകത്തിലുള്ള വായന അധ്യായം 52 13 മുതൽ 53 അധ്യായം 9 വരെയുള്ള വാക്യങ്ങൾ. റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിക്കുക പ്രയാസമാണ്. ഒരുപക്ഷെ ഒരു നല്ല മനുഷ്യന് വേണ്ടി മരിക്കാൻ വല്ലവരും തുനിഞ്ഞെന്ന് വരാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പീഡാനുഭവ ചരിത്രം. ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ, നിങ്ങൾ ഇവിടെ ഇരിക്കുകയും പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈശോ വീണ്ടും തിരിച്ചു ചെന്നപ്പോഴും അവർ ഉറങ്ങുന്നതായിട്ടാണ് കണ്ടത്. അവരുടെ കണ്ണുകൾ അത്രയ്ക്ക് നിദ്രാഭാരമുള്ളവയായിരുന്നു. അവിടുത്തോട് എന്ത് മറുപടി പറയാനറിയാതെ അവർ വിഷമിച്ചു. അവർ വിളക്കുകളും പന്തങ്ങളും വാളുകളും വടികളും എടുത്തിരുന്നു. ഈശോ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 12 പേരിൽ ഒരുവനായി യൂദാസ് അവിടെ എത്തിയത്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത്? അവർ വീണ്ടും മറുപടി പറഞ്ഞു, അവിടുന്ന് അവരോട് അരുളി ചെയ്തു, അത് ഞാൻ തന്നെയാണെന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞത്. എന്നെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ ഇവരെല്ലാം പോയിക്കൊള്ളട്ടെ. അവരെ വലിയ ചെവിയിൽ മുറിച്ചു കളഞ്ഞു. ആ സേവകന്റെ പേര് മാൽക്കൂസ് എന്നായിരുന്നു. അവരെ ചെവി തൊട്ട് സുഖപ്പെടുത്തിയ ശേഷം ഈശോ പത്രോസിനോട് അരുളി ചെയ്തു, വാൾ അതിനെ ഉയരെടുക്കും. വാളെടുക്കുന്നവർ വാളാൽ തന്നെ മരിക്കും. എനിക്ക് ദാഹിക്കുന്നു. ചുരുക്ക നിറച്ച ഒരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. ഉടനെ ഒരാൾ ഓടിച്ചെന്ന് നീർപ്പഞ്ഞിയെടുത്ത് ചുരുക്കായി മുക്കി ഒരു ഞാങ്ങണമേൽ വെച്ച് കെട്ടി അവിടുത്തെ അതിരത്തോട് അടുപ്പിച്ചു. ഈശോ ചുരുക്ക രുചിച്ച ശേഷം ഇങ്ങനെ അരുളി ചെയ്തു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് വീണ്ടും ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അനന്തരം അവിടുന്ന് തലചായ്ച്ച് ആത്മാവിനെ സമർപ്പിക്കുകയും ചെയ്തു. വരം തൂകി എഴുന്നള്ളുന്നു, എഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു. നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരും മുദ്രിതരും എല്ലാ വിപത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.